വെൽക്കം ടു ഇ ട്രെൻഡ്സ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് AI പ്രോംപ്റ്റ് എഞ്ചിനീയർ. എന്താണ് പ്രോംപ്റ്റ് എഞ്ചിനീയർ? ഇന്ന് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ചോദിക്കുന്നത് AIയോടാണ്. അപ്പോൾ എങ്ങനെ നമുക്കത് ചോദിക്കാം, അല്ലെങ്കിൽ അതിന് എങ്ങനെ നമ്മുടെ ചോദ്യങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന മറുപടി ലഭിക്കും? ഇതാണ് AI പ്രോംപ്റ്റ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. എങ്ങനെ നമുക്ക് കറക്റ്റ് ചോദ്യങ്ങൾ AIയോട് ചോദിക്കാം? ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കാം. നമ്മളിപ്പോൾ റൈറ്റ് ആൻ എസ്സേ അബൌട്ട് ട്രീസ് ഒരു ക്വസ്റ്റ്യൻ എടുത്തു. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ നമുക്കത് ചാറ്റ് GPT എടുത്ത് ചോദിക്കാം. ചാറ്റ് GPT എടുത്ത് നമ്മൾ ചോദിച്ചു. ചാറ്റ് GPT നമുക്കൊരു വലിയ എസ്സേ ടൈപ്പ് ചെയ്ത് തന്നു. അതുപോലെ തന്നെ നമ്മൾ ആ സെയിം ക്വസ്റ്റ്യൻസ് ജെമിനിയുടെ അടുത്ത് ചോദിക്കുന്നു. ജെമിനി നമുക്ക് വലിയൊരു എസ്സേ എഴുതി തരുന്നു. ഓക്കെ, ഇത് ചാറ്റ് GPT ജെമിനി റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന AI ടൂൾസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, അതിനൊരു ഫോർമുല അറിഞ്ഞിരിക്കുക. ആ ഫോർമുല ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ടാസ്ക്, എന്താണ് AI ചെയ്യേണ്ടത് എന്നുള്ള ജോലി നമ്മൾ AIയോട് ചോദിക്കുകയാണ്. അതാണ് ടാസ്ക്. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് പറയണം. അടുത്ത കോണ്ടെക്സ്റ്റ്, എന്താണ് കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ AI ആർക്കായി ഏത് സാഹചര്യത്തിലാണ് ഇത് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് പറയുന്നതുകൊണ്ട് കോണ്ടെക്സ്റ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ടാണ് ഫോർമാറ്റ്. എന്താണ് ഫോർമാറ്റ്? ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട റിസൾട്ട് ഏത് ഫോർമാറ്റിൽ വേണം. ഇപ്പൊ ട്രീനെ പറ്റിയുള്ള ബുള്ളറ്റ് മോഡിൽ വേണോ, അല്ലെങ്കിൽ ഒരു ചാർട്ടിൽ വേണോ, അല്ലെങ്കിൽ അത് ടേബിളിൽ വേണോ, അപ്പൊ ഏത് രീതിയിലായിരിക്കണം അതിന്റെ ഔട്ട്പുട്ട്, അത് പറഞ്ഞു കൊടുക്കുന്നതാണ് ഇത് ഫോർമാറ്റ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് വരുന്നതാണ് സ്റ്റൈൽ. ഏത് സ്റ്റൈൽ വേണം? സിമ്പിൾ ഇംഗ്ലീഷ്, കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഇംഗ്ലീഷ്, അതോ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് വേണം, അല്ലെങ്കിൽ ഒരു ഫണ്ണി സ്റ്റൈൽ വേണം, ഏത് സ്റ്റൈൽ വേണം? അപ്പൊ ഈ 4 കാര്യങ്ങളാണ് നമ്മൾ AIയോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്നത്. വളരെ എളുപ്പമാണ്. ഒന്ന് ടാസ്ക്, കോണ്ടെക്സ്റ്റ്, ഫോർമാറ്റ്, സ്റ്റൈല്. ഈ നാല് കണ്ടന്റ് വരുന്ന രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമുക്ക് കിട്ടുന്ന റിസൾട്ട് ബെറ്റർ റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഫോർമുല ഓർത്തിരിക്കുക. ടാസ്ക് പ്ലസ് കോണ്ടെക്സ്റ്റ് പ്ലസ് ഫോർമാറ്റ് പ്ലസ് സ്റ്റൈല്. നമുക്കിപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മൾ ആദ്യം ചോദിച്ചപ്പോൾ ജെമിനി ഇങ്ങനെ വലിയൊരു എസ്സേ എഴുതി തന്നു. അത് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ എന്താണ് ജെമിനി ചെയ്യേണ്ട പ്രധാന ജോലി? എന്താ? 5 ലൈൻസ് എസ്സേ അബൌട്ട് ട്രീസ്, അത് ഫസ്റ്റ്. പിന്നെയോ അടുത്ത ആർക്കാണ്? 10 വയസ്സുള്ളൊരു കുട്ടിക്കാണ്. പിന്നെ എങ്ങനെ വേണം? ബുള്ളറ്റ് പോയിന്റ്സ് വേണം വിത്ത് സിമ്പിൾ ഇംഗ്ലീഷ്. ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ നമുക്കത് വളരെ കറക്റ്റ് ആയിട്ട് ആ റിസൾട്ട് തരും കേട്ടോ. അപ്പോൾ വളരെ മനോഹരമായ ബുള്ളറ്റ് പോയിന്റ്സ് കിട്ട് 5 ട്രീനെ പറ്റി നമുക്ക് തന്നു. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് കിട്ടി. ഇങ്ങനെയാണ് നമുക്ക് AI ടൂളുമായിട്ട് നമ്മൾ സമ്പാദിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും നമ്മൾ ഓർത്തിരിക്കുക ടാസ്ക് പ്ലസ് കോണ്ടെക്സ്റ്റ് പ്ലസ് ഫോർമാറ്റ് പ്ലസ് സ്റ്റൈൽ. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ടോ? ആ 4 കാര്യങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു ബെസ്റ്റ് ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് AI നിന്ന് ലഭിക്കുന്നത്. ചോദിച്ചു നോക്കാം ഈ ക്വസ്റ്റ്യൻസ്. നമുക്ക് ജെമിനി അത് ഒരു നല്ല രീതിയിൽ തന്നെ ഔട്ട്പുട്ട് തന്നു. ഓക്കെ, താങ്ക് യു.